കർഷകരെ മറക്കുന്നവർ നിയമസഭ മറന്നേക്കൂ എന്ന മുദ്രാവാക്യവുമായി കർഷക സംഘടനയായ കിഫ ആർക്കൊപ്പം 2026 എന്ന പേരിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തിരുവമ്പാടിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വന്യമൃഗശല്യമടക്കമുള്ള കാർഷിക വിഷയങ്ങളിൽ 35 ഡിമാൻഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കർഷക അവകാശ പത്രിക കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ പ്രകാശനം ചെയ്തു. വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയം വ്യക്തമാക്കി കർഷകരുടെ സംഘടനയായ കിഫയുടെ നേതൃത്വത്തിൽ ആർക്കൊപ്പം 2026 എന്ന പേരിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കർഷകരെ മറക്കുന്നവർ നിയമസഭ മറന്നേക്കൂ എന്ന മുദ്രാവാക്യവുമായി വന്യമൃഗശല്യമടക്കമുള്ള കാർഷിക വിഷയങ്ങളിൽ 35 ഡിമാൻഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കർഷക അവകാശ പത്രികയും തിരുവമ്പാടിയിൽ സംഘടിപ്പിച്ച ആർക്കൊപ്പം എന്ന പരിപാടിയിൽ കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ പ്രകാശനം ചെയ്തു. കേരളത്തിലെ കർഷകരുടെ ജീവിതത്തിൽ അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പെന്നും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്ന മുന്നണി ഏതായാലും ശരി, അവർ വന്യമൃഗങ്ങൾക്കെതിരെ കർഷക പക്ഷത്ത് നിലകൊണ്ടില്ലെങ്കിൽ കേരളത്തിൽ കർഷക വംശം അന്യം നിന്നു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അതുകൊണ്ട് തന്നെ ഒരു കർഷകപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന് കർഷകർ ഉറപ്പാക്കേണ്ടതുണ്ടെന്നും അലക്സ് ഒഴുകയിൽ പ്രസ്താവിച്ചു. ഇതുവരെ നമ്മൾ കണ്ട ഒരു വസ്തുത, രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രിക തയ്യാറാക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രകടന പത്രികയിൽ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ, അവർക്ക് ബോധ്യമുള്ള കാര്യങ്ങളേ ഉള്ളൂ. നാട്ടുകാർക്ക് എന്താണ് വേണ്ടത്, ശരിക്കും കർഷകന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഈ പറഞ്ഞ LDF-ന്റെയോ UDF-ന്റെയോ പ്രകടന പത്രികയിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയിട്ട് 15 കാര്യങ്ങളും മറ്റു വിഷയങ്ങളും ഈ നമ്മുടെ ബേസിക് പ്രൈസ് അടക്കമുള്ള ലാൻഡ് വിഷയങ്ങളടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച ഒരു 20 ചോദ്യങ്ങളും, അങ്ങനെ 35 പോയിന്റുകളാണ് കിഫ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന പ്രകടന പത്രികയിലുള്ളത്. അത് അടിസ്ഥാന വർഗത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളാണ്, അവരുടെ ജീവിതത്തെ ഏറ്റവും ഗുരുതരമായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ. അത് മറ്റു പ്രകടനത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതിൽ വന്യമൃഗശല്യം 30 മണ്ഡലങ്ങളിലല്ല, 78 മണ്ഡലങ്ങളാണ് സർക്കാരിന്റെ കണക്ക്. അതിൽ ഏറ്റവും രൂക്ഷമായ പ്രശ്നമുള്ള 30 മണ്ഡലങ്ങളാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ 30 മണ്ഡലങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രചരണവുമായി കിഫ രംഗത്തുണ്ടാവും. വനത്തിന് വെളിയിലിറങ്ങുന്ന എല്ലാ വന്യമൃഗങ്ങളെയും വന്യജീവി സംരക്ഷണ നിയമം സെക്ഷൻ 112 പ്രകാരം സ്വരക്ഷയ്ക്കുള്ള അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഏത് വിധേനയും പ്രതിരോധിക്കാനുള്ള അവകാശം കർഷകർക്ക് നൽകുക, വനാതിർത്തികളിൽ 100 മീറ്റർ വീതിയിൽ വിസ്ത ക്ലിയറൻസ് നടപ്പിലാക്കുക, വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് MSCT മാതൃകയിൽ പൂർണ്ണ നഷ്ടപരിഹാരം നൽകുക, ഭൂപരിഷ്കരണ നിയമം കാലോചിതമായി പരിഷ്കരിക്കുക, തോട്ടഭൂമിയിൽ എല്ലാതരം വിളകളും അനുവദിക്കുക, കൃഷിഭൂമി വനമാക്കി മാറ്റുന്ന പദ്ധതികൾ നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കിഫ പ്രധാനമായും ഉന്നയിച്ചത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വന്യമൃഗശല്യം രൂക്ഷമായ 30 മണ്ഡലങ്ങളിൽ കിഫ സജീവമായി പ്രചരണ രംഗത്തുണ്ടാകുമെന്നും ഈ ഡിമാൻഡുകൾ അംഗീകരിക്കാത്ത സ്ഥാനാർത്ഥികളെയും മുന്നണികളെയും തോൽപ്പിക്കാൻ ശക്തമായി രംഗത്തിറങ്ങുമെന്നും കിഫ ചെയർമാൻ അറിയിച്ചു. കിഫ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനോജ് KD അധ്യക്ഷം വഹിച്ച യോഗത്തിൽ കിഫ മാനേജിംഗ് ബോർഡ് മെമ്പർ പ്രവീൺ ജോർജ്, ജിൻഡോ ജെയിംസ്, ഫ്രാൻസിസ് വാടാന, ജില്ലാ നേതാക്കളായ സണ്ണി ജോസഫ്, അബ്ബാസം, ജോസ് വർക്കി, മാത്യു സെബാസ്റ്റ്യൻ, ജോൺ നാമല, പ്രിൻസ് ദേവസ്യ, ജിജി വെള്ളാവൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.